പാർവതി ഇങ്ങോട്ട് വരൂ. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നറിയോ? നിങ്ങളുടെ 4 മക്കൾക്ക് സുഖമില്ലാതിരിക്ക, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാനാ നിങ്ങളെ വിളിപ്പിച്ചേ. എന്താ അസുഖന്നോ? എന്താ അസുഖന്നേ? നിങ്ങളുടെ മക്കളോട് തന്നെ നേരിട്ട് ചോദിക്ക്. കരഞ്ഞിരിക്കാതെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പിള്ളേരെ. ദിവ്യ മിസ്സേ ഇങ്ങോട്ട് വന്ന് നിക്ക്. അല്ല സൈനോ, നീ എന്തിനു ബോധം കെട്ടെ? എന്നാലേ എല്ലാരും ബോധം കെടാൻ റെഡി ആയിക്കോ. പാർക്കുട്ടി, നിനക്കെന്താ അസുഖം? ആമുകുട്ടി, ആമിന, നിങ്ങൾക്കെന്താ പറ്റിയേ? അവർക്ക് 4 ആൾക്ക് എങ്ങനെ അസുഖം വന്നെന്നറിയണ്ടേ? പറ പാർക്കുട്ടി, എന്നോട് പറഞ്ഞ പോലെ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പുവശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ ഞാൻ ഈ പിള്ളേരെ ചെയ്യണ്ടേ? ഞങ്ങളുടെ പിള്ളേരാണ് നോക്കട്ടോ, നല്ല പൊരിഞ്ഞ അടി കൊടുത്തേക്ക് മേഡം. വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നേ, അവിടെ എത്തിയിട്ട് ബാക്കി തരാം പാർക്കുട്ടി. പറയാൻ സുസുമോളെ, ഈ 4 കുരുത്തം കെട്ട പിള്ളേരെ കള്ളത്തരം കാണിച്ച് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. അത് കയ്യോടെ പൊക്കിയതേ ഈ കല്ലുവാ, ഈ കല്ലു. മേഡം, കള്ളത്തരം കാണിച്ച് കല്ലു സ്കൂളിൽ നിന്ന് മുങ്ങാൻ നോക്കിയതല്ലേ? അവള് നമ്മളോട് സമ്മതിച്ചതല്ലേ എല്ലാം? മിണ്ടരുത്, ഞാനാ ഇവിടുത്തെ പ്രിൻസിപ്പള്, അല്ലാതെ ദിവ്യ മിസ് അല്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട. കേട്ടോ ദിവ്യ മിസ്സേ? സോറി മേഡം. മത്തായി സാറേ, ഒന്ന് ഇങ്ങോട്ട് വരൂ. മേഡം എന്തിനാ മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ പറഞ്ഞേ? ഇത് മത്തായി സാറും കൂടി അറിയേണ്ട കാര്യ, അതുകൊണ്ടാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. കല്ലുമോളെ, എന്താ നടന്നത് വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ. പണിയാനുള്ള ഒരു അവസരവും ഞാൻ മുടക്കില്ല പാറുകുട്ടി. ഇനി എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് പാറുകുട്ടി.
ഞാൻ സുമ്മാവാ. നീലു, കാണ് കാണ്, മക്കളുടെ തനി സ്വഭാവം നേരിട്ട് കാണുന്നില്ലു. വളർത്തു ദോഷം അല്ലാതെന്ന് പറയാൻ. ഭീകരി പിള്ളേരെ, നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. ഈ വലിയ വീട്ടിൽ സൂസു മേഡത്തിന്റെ മകൾ കല്യാണിയാ നിങ്ങൾ കരയിപ്പിച്ചു വിട്ടെ. അതുപോലെ ഞാൻ നിങ്ങളെയും കരയിപ്പിച്ചിരിക്കും, നോക്കിക്കോ. ഞങ്ങൾ ചെയ്ത തെറ്റന്നെ, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ കല്ല് പറഞ്ഞ നുണയാ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് എന്റെ മകൾ കള്ളം പറഞ്ഞെന്ന് പറയുന്നോ? എന്താ പ്രിൻസിപ്പൽ മാഡം, ഈ 4 പിള്ളേരെയും വെറുതെ വിടാനാണോ ഭാവം? ഇവർക്ക് പണിഷ്മെന്റ് ഒന്നുമില്ലേ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് വെറുതെ വിടാനോ സൂസുമോളെ? അത് ഒരിക്കലും സംഭവിക്കത്തില്ല. ഒരാഴ്ചക്ക് ഈ 4 പേർക്കും ഞാൻ സസ്പെൻഷൻ കൊടുക്കുക. അതുമാത്രം പോരാ മേഡം, എന്റെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഈ കള്ളത്തിലൊക്കെ കാണിച്ച് എന്നിട്ട് ഞാൻ മിണ്ടാതെ നോക്കി നിന്നാലോ? ഇന്ന് എക്സാം നടത്താൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും അതിന്റെ ആൻസറും ഒരാഴ്ച സസ്പെൻഷൻ കഴിഞ്ഞു വരുമ്പോ 1000 തവണ എഴുതി വരണം. പറ്റില്ല, ക്വസ്റ്റ്യനും ആൻസറും എഴുതി വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച സുഖവാസാവുമല്ലോ. പാവം കൊച്ച്, മോള് വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നാ മത്തായി സാറ് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ, ബെല്ലടിച്ചില്ലേ? ഓക്കെ മേഡം. പാർക്കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടി ടൊമാറ്റോ കെച്ചപ്പാ. ഇതെങ്ങനെ അവളുടെ ബാഗിൽ വന്നേ? ഒരാഴ്ച വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, നന്നായിട്ട് ഉപദേശിക്ക്. എന്നാ നിങ്ങളെല്ലാരും വീട്ടിലേക്ക് പോയിക്കോളൂ. നാലാളൊന്ന് ബാഗ് പൊതിച്ചേ, ഞങ്ങൾക്കൊന്ന് മുഖം കാണാനാ. കെട്ടിപ്പിടിച്ചൊരു മുത്തം തരാനേ. അങ്ങനത്തെ ഒരു മഹാകാര്യല്ലേ മക്കള് ചെയ്തു കൂട്ടി വെച്ചേക്കുന്നേ. പാറുകുട്ടി, മര്യാദക്ക് ബാഗ് പൊതിച്ചേ. അമ്മ തല്ല. കാലിന് ദേഷ്യം തരിച്ചു കയറോ. പാറുകുട്ടി, മര്യാദക്ക് ബാഗ് പൊതിക്കാനല്ലേ പറഞ്ഞേ? എല്ലാരും ബാഗ് പൊതിക്കോ. അവിടെ തന്നെ കുത്തിരിക്കാതെ എണീറ്റിക്ക്. പാറപിള്ളേരെ, നിങ്ങളെന്തിനീ കള്ളത്തരം ചെയ്തേ? അത് പിന്നെ മറ്റേ ആ കണക്കുകാരില്ലേ, ഞങ്ങളോട് പറയാതെന്ന് പരീക്ഷ വെച്ച്. ഞങ്ങളാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ മുങ്ങാൻ വേണ്ടിട്ട് ഈ കള്ളത്തരം ചെയ്തത്. പരീക്ഷ പേടിച്ചിട്ട് കള്ളത്തരാണോ ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി പിള്ളേരൊന്നും ഈ കള്ളത്തരം ചെയ്തില്ലല്ലോ. മല പോലെ പ്രശ്നം വന്നാലും നെഞ്ഞു വിരിച്ച് നേരിടണം, അതാ വേണ്ടേ, അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടില്ല. നീ എന്തിനാ കല്ലുണ്ടി കണ്ടിട്ട് സോസ് ഒഴിച്ചേ? അവളല്ല, നീയെ പച്ചക്കള്ളം പറയുന്നേ. ഇതുപോലെ ഹാപ്പി ഡേയ്സ് ഇനി ഞങ്ങൾക്ക് തരണേ. നല്ല മുട്ട മഴയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ആന്റി കാരണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ കാണാൻ പറ്റിയേ. നമ്മള് തമ്മിൽ ഒരു താങ്ക്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സൂസുമോളെ? എല്ലാം അറിയാം, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ആ പാർക്കുട്ടി എനിക്കിട്ട് കുറെ പണി തന്നതാ. അവൾക്കൊരു പണി കൊടുക്കണേ. ഞാനും കുറെ ആയി മനസ്സിൽ വിചാരിക്കുന്നു, ഇന്ന ഒരു അവസരം കിട്ടിയത്. ആ, ഈ സന്തോഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നമ്മുടെ കൊച്ചിന്റെ നെയ്മിംഗ് സെറമണി എന്നാ? കൊച്ചിന്റെ പേരിടച്ചനങ്ങും ക്രിസ്മസ് ഒന്നിച്ച് ആഘോഷിക്കണം ഇച്ചായം പറഞ്ഞേക്കുന്നേ. ആഹാ, അത് കരക്കീല മോളെ. നിങ്ങൾക്ക് കള്ളത്തരം പറയാൻ എന്തോ ഒരു അസുഖത്തിന്റെ പേരുണ്ടായിരുന്നു. ഈ പീരിയഡ്സ് എന്നുള്ള മാത്രം ഉള്ള കിട്ടിയേ. ശിവേച്ചിക്ക് അസുഖം വന്നോണ്ടല്ലേ അമ്മ ലജിതേച്ചി വേഗം വീട്ടിൽ വന്ന് ശിവേച്ചിനെ കൊണ്ടുപോയി. അതുപോലെ ഞങ്ങളെ കൊണ്ടുപോകുന്ന വിചാരിച്ചമ്മ. മൊട്ടയിൽ ഇരുന്നിട്ടില്ല, കള്ളത്തരം പഠിച്ചിട്ടില്ല. സുലൈമാനെ ഓടിക്കോ. നിക്കടി അവിടെ. സൈനു നോക്കി നിൽക്കാതെ കൊടുക്ക അങ്ങോട്ട്. അയ്യോ, കുട്ടികളൊക്കെ കാണൂ. മമ്മി, ഇത് നോക്കിയേ, പാറുകുട്ടിക്കും ബാഗിന് പൊരിഞ്ഞാടി കൊടുക്കണേ. എടാ മോനെ, നല്ല വരിഞ്ഞു കിട്ടിട്ടാ. ആ ശരി ചേട്ടാ. എടാ, ആ കയറൊന്ന് ലൂസാക്കിക്കേ. ഇവിടത്തേക്ക് പന്തല് കുറവാ ചേട്ടാ. ഇപ്പൊ ഓക്കെ അല്ലേ? അതേടാ. ആ വാർപ്പ് വരെ പന്തലിടണം കേട്ടാ. ഏത് നേരത്താ മഴ പെയ്യാന്നൊന്നും അറിയില്ലല്ലോ, വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതേ. ബാലുചേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ടേ. പന്തല് പണി കഴിഞ്ഞിട്ടേ ഈ വാഴ 2 ഉമ്മർത്ത് വെക്കണം, മറക്കരുത്. മുതലാളി ഒന്നോട്ട് വിഷമിക്കണ്ടേ, ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകൂ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഉച്ചക്കത്തെ ഉണുപ്പ് കഴിഞ്ഞോളേ, ഇനി ഒന്നും വേണ്ട. നന്നായിട്ട് മുറുക്ക് കിട്ടിയേക്ക്, ഇനി കാറ്റിനൊന്നും വീഴണ്ട.
ഞങ്ങൾ ഈ നാട്ടിലത്തെ പേര് കേട്ട പന്തൽപ്പണിക്കാരാണേ. ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. എടാ സുരേന്ദ്ര, ബാലു നീലൊക്കെ എവിടെ? അവരൊന്നും കുറെ നേരമായിട്ട് കണ്ടില്ലല്ലോ. ആലിച്ചേട്ടൻ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങാൻ പോയതാണേ. നീലു പാറക്കുട്ടിന്റെ സ്കൂൾ പോയതാ. പാറക്കുട്ടിന്റെ സ്കൂൾക്കോ? എന്തിനാ ഈ ഉച്ചനേരത്തെ അവള് പോയേ? പാറക്കുട്ടിന്റെ ക്ലാസ് ടീച്ചർ അർജന്റായിട്ട് സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞു. അതും കേട്ട് നീലു ചേച്ചി ഓടിയതാ. ആ 100 വയസ്സാണല്ലോ. നീലും പാറക്കുട്ടിയൊക്കെ ദേ വരുന്നു. എന്തിനാ പാറക്കുട്ടി സുലൈമാനും അമ്മുക്കുട്ടി ആമിക്കുട്ടിയൊക്കെ കരയണേ? അച്ഛാ, നീലുവിന്റെ ഉഷന്റെ സൈനുവിന്റെ ഒക്കെ മുഖം കടന്നിൽ ഒത്തി പോരണ്ടല്ലോ.